ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. മീനൊന്ന് വറുത്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ മീനച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചൂര എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണേലും നമുക്ക് എടുക്കാം. മീൻ നന്നായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയും വേണം. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. സമയം കുറവാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കേടുകൂടാതിരിക്കാനും അതാണ് നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ഇളക്കാനായിട്ട് നിൽക്കരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഏകദേശം മറ്റേ സൈഡൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ പതിയെ മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുന്നതാണ് നല്ലത്. ഈ അച്ചാർ കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മീൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. എന്നാൽ തീരെ അങ്ങ് കല്ല് പോലെ ആകാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മീൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ആവേണ്ടത്. അതിനുശേഷം നമുക്കതൊരു സ്ട്രെയിനറിലോട്ട് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മീനും 2 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ എണ്ണ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ കുറച്ച് കരടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ എണ്ണ ഒരു അരിപ്പയിലൂടെ നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. അതിനുശേഷം ഈ പാത്രം ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ വേറെ പാത്രം യൂസ് ചെയ്യാം. മീൻ വറുക്കാനായിട്ട് ഉപയോഗിച്ച അതേ എണ്ണ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് ഫിഷിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിപ്പോൾ എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 50 ഗ്രാം ഇഞ്ചി കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. 1 കിലോ മീനിന് 50 ഗ്രാം ഇഞ്ചിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 30 സെക്കൻഡോളം ആ ഇഞ്ചിയുടെ ആ ഒരു റോ ഫ്ലേവറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി തുടങ്ങണം. ഇനി നമുക്കിതിലേക്ക് 50 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ മുഴുവനെ ചേർത്താൽ മതി. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നടുവേ കീറി ഇട്ടാൽ മതി. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊട്ടും വെള്ളമയം പാടില്ല. ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാരണ ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമുക്കൊന്ന് ഇളക്കി നോക്കാം. കുറച്ചും കൂടി വേണം തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മുളക് പൊടി ഒന്ന് മൂത്ത മണം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 കിലോ മീനിന് ഈ ഒരു അളവ് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പിനൊന്നും കറക്റ്റായിട്ടൊരു എമൗണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 3 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കുരുമുളക് പൊടി നേരത്തെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കിത് ഒരു ദിവസം വെച്ചതിന് ശേഷം അടുത്ത ദിവസം ബാക്കി ചെയ്താൽ മതി. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രേവി എല്ലാം മീനിലോട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി എന്തുമാത്രം വിനേഗറോ എണ്ണയോ ചേർക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഞാൻ നോക്കിയപ്പോൾ മീൻ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പ് നല്ലെണ്ണയും 1/4 കപ്പ് വിനേഗറും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അത്യാവശ്യം ഗ്രേവി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാർ കേടാവാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്കതൊരു ചില്ലിൻ്റെ കുപ്പിയിലോട്ട് മാറ്റാം. കുപ്പിയിലോട്ട് മാറ്റിയതിന് ശേഷം എണ്ണ ഇങ്ങനെ നമ്മുടെ കഷ്ണത്തിൻ്റെ മുകളിലായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അച്ചാർ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ഓരോ തവണ നമ്മൾ ഇതിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴും വീണ്ടും തിരിച്ച് കഷ്ണമെല്ലാം എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തിരിച്ചാക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്